ചെറ്റത്തരം, വീട്ടിൽ പോയി ചോദിക്ക്. ഈ രണ്ട് വാക്പ്രയോഗങ്ങൾ ഇപ്പോൾ നമ്മുടെയെല്ലാം കാതുകൾക്ക് ചുറ്റും മുഴങ്ങുകയാണ്. മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയിട്ട് 13 വർഷങ്ങളായെങ്കിലും ഇപ്പോഴാണ് നമ്മുടെ ഭാഷയിലെ ശ്രേഷ്ഠ പദപ്രയോഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് വിലയിരുത്താനുള്ള സമയം കിട്ടിയത്. കേരള എന്ന പേര് കേരളം എന്നുകൂടി പരിഷ്കരിച്ചുവെങ്കിലും അത് വലിയ ഓളമൊന്നും ഉണ്ടാക്കാതെ അങ്ങനെ പോയി. അതിനിടയിലാണ് ആദ്യം ചെറ്റത്തരം എന്ന രൂപത്തിലും അധികം വൈകാതെ വീട്ടിൽ പോയി ചോദിക്കുക എന്ന രൂപത്തിലും രണ്ട് പദപ്രയോഗങ്ങൾ കേരളം സാക്ഷ്യം വഹിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാവുകളിൽ നിന്ന് മിസൈലുകൾ പോലെ അത് വർഷിക്കപ്പെടുകയായിരുന്നു. ചെറ്റത്തരം കാണിക്കാതെ പോ എന്ന് പറഞ്ഞാൽ പ്രഥമ ശ്രവണത്തിലുണ്ടാകുന്ന വികാരം ഏതോ ഒരു മോശം കാര്യം ചെയ്യാതെ പോ എന്നാണ്. അതായത് ചെറ്റത്തരം എന്നാൽ മോശം കാര്യം. CPIM-ൽ നിന്ന് പിണങ്ങി UDF-ന്റെ പിന്തുണയോടെ ജനകീയ സ്വതന്ത്രനായി മത്സരിക്കുന്ന ജി സുധാകരനോടുള്ള വിമർശനം എന്നുള്ള നിലയ്ക്കാണ് ചെറ്റത്തരമാണ് ജി സുധാകരൻ കാണിച്ചത് എന്ന വിമർശനം മുഖ്യമന്ത്രി വാക്കുകളാൽ ഉന്നയിച്ചത്. ജി സുധാകരൻ അതിനെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നതുവരെ മാധ്യമപ്രവർത്തകരോ ഭാഷാ പണ്ഡിതരോ ആ ചെറ്റത്തര പ്രയോഗത്തിനെതിരെ മിണ്ടിയതേയില്ല. പ്രതിപക്ഷം പോലും മിണ്ടിയില്ല. കാരണം ചെറ്റത്തരം എന്ന വാക്ക് ഉപയോഗിക്കാൻ തോന്നിപ്പിക്കുന്ന ചേതോ വികാരത്തെക്കുറിച്ച് അറിവില്ലാത്തവരാണ് പ്രതിപക്ഷം പോലും. KPCCയുടെ അധ്യക്ഷനായിരുന്ന സമയത്ത് K. സുധാകരൻ തന്നെ എതിരാളികളെ ചെറ്റത്തരം കാണിക്കരുത് എന്ന് പറഞ്ഞ് പരിഹസിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ ശിഖണ്ഡി എന്നും രാഷ്ട്രീയ നപുംസകം എന്നുമൊക്കെ എതിരാളികളെ K. സുധാകരൻ അടക്കമുള്ളവർ വിമർശിച്ചപ്പോൾ അത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ അധിക്ഷേപിക്കുന്ന രാഷ്ട്രീയ ശരിയല്ലാത്ത പ്രയോഗമാണ് എന്നുള്ള തരത്തിലുള്ള വിമർശനവും അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ ഉയർന്നുവെങ്കിലും ഇതേപോലെ ശക്തമായ പ്രതിഷേധമുണ്ടായില്ല. K. സുധാകരൻ പണ്ട് ചെറ്റത്തരം എന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ ഇല്ലാതിരുന്ന എതിർപ്പ് പിണറായി വിജയൻ ഉപയോഗിച്ചപ്പോൾ ഉണ്ടാവുന്നത് ആ ചെറ്റത്തരം പ്രയോഗം ചെന്നുകൊള്ളുന്ന ജി സുധാകരന് ആ വാക്കിൻ്റെ ഉളറുകളെക്കുറിച്ച് അറിയാമെന്നുള്ളത് കൊണ്ടാണ്. തെങ്ങിൻ്റെ ഓലകൾ മെടഞ്ഞ് ഉണക്കിയുണ്ടാക്കുന്ന ചെറ്റപ്പുരയിൽ താമസിച്ചിരുന്നവരെ പരിഹസിക്കാനായിട്ട് ഏമാന്മാരും മാടമ്പിമാരും സവർണരും ഒക്കെ ഉപയോഗിച്ചിരുന്ന വാക്കായിരുന്നു ചെറ്റകൾ എന്നത്. ചെറ്റപ്പുരയിൽ താമസിച്ചിരുന്നവർ കാണിക്കുന്ന തരം ആണ് ചെറ്റത്തരം. അതുകൊണ്ട് അങ്ങനെ താമസിച്ചിരുന്ന അടിസ്ഥാന വർഗത്തിൻ്റെ ചെയ്തികൾ മുഴുവൻ ചെറ്റത്തരമാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിച്ചു. നമ്മുടെ ഭാഷയിലെ ഓരോ വാക്കിൻ്റെയും അകത്ത് ഓരോ ചരിത്രവും ചരിത്രത്തിൻ്റെ വഞ്ചനകളും ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ചെറ്റ എന്ന വാക്കും ചെറ്റത്തരം എന്ന വാക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരാളെ നോക്കി ചെറ്റെ എന്ന് വിളിക്കുമ്പോൾ പരിഹസിക്കപ്പെടുന്നത് ചെറ്റക്കുടിലിൽ കഴിയേണ്ടി വന്നിട്ടുള്ള കോടിക്കണക്കിന് ദരിദ്രരും അധസ്ഥിതരും അടിമകളും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമാണ്. ചെറ്റകളായ തൊഴിലാളികളുടെ വർഗമുക്തിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വിപ്ലവ പാർട്ടി എന്ന് പറയപ്പെടുന്ന CPIM-ന്റെ ഒരു നേതാവിൻ്റെ നാവിൽ നിന്ന് വരാവുന്ന വാക്കല്ല ചെറ്റത്തരം. K. സുധാകരൻ ഇതേ വാക്ക് എതിരാളികളെ പരിഹസിക്കാൻ ഉപയോഗിച്ചിരുന്നപ്പോൾ കേരള വിഷൻ ന്യൂസ് അന്ന് തന്നെ അതിനകത്തെ രാഷ്ട്രീയ ശരിയില്ലായ്മയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അതേ കാര്യം ഇവിടെയും പ്രസക്തമാണ്. പക്ഷേ ഇവിടെയുള്ള വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെറ്റ എന്ന് വിളിക്കപ്പെട്ടതിൽ താൻ അഭിമാനിക്കുന്നുവെന്ന് ആദ്യം പറഞ്ഞ ജി സുധാകരൻ തന്നെ പിന്നീട് അതൊരു മോശം കാര്യമാണെന്നും മുഖ്യമന്ത്രി ഭരണഘടനാ ലംഘനം നടത്തിയിരിക്കുകയാണ് എന്നും പറഞ്ഞപ്പോഴാണ്. ചെറ്റയും ചെറ്റത്തരവും നല്ല കാര്യമാണെന്നും അതൊരു അഭിനന്ദനമായി താൻ കരുതുന്നുവെന്നും പറഞ്ഞിടത്ത് ഉറച്ചു നിൽക്കുകയാണ് ജി സുധാകരൻ ചെയ്യേണ്ടിയിരുന്നത്. ഓടാ ചെറ്റെ എന്ന് പറഞ്ഞാൽ അതിലെ ചെറ്റെ എന്നത് തെങ്ങോലകൾ കൊണ്ടുള്ള ചെറ്റക്കുടിലിൽ അന്തിയുറങ്ങുകയും പാടങ്ങളിലും മണ്ണിലും പണിയെടുക്കുകയും ഈ കാണുന്ന കേരളത്തെ പടുത്തുയർത്തുകയും ചെയ്ത തൊഴിലാളികൾക്കുള്ള മഹത്തായ വിശേഷണമാണ് എന്ന് വാക്കിൻ്റെ ചരിത്രബോധം കൊണ്ട് തിരുത്താൻ നമ്മൾക്ക് കഴിയണം. പക്ഷേ ആദ്യത്തെ ആവേശം കഴിഞ്ഞപ്പോൾ ജി സുധാകരനെയും ആ വാക്ക് അലട്ടാൻ തുടങ്ങി. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഭരണഘടനാ ലംഘനം നടത്തിയെന്ന് ജി സുധാകരൻ മുറിവേറ്റ ഒരാളെ പോലെ പറഞ്ഞത്. എന്തായാലും നല്ല ഇനം ബ്രാഹ്മിൻസ് അച്ചാറുകൾ മാത്രം വിൽക്കപ്പെടുന്ന ഒരു നാട്ടിൽ മറ്റ് ജാതികളുടെ പേരുകൾ വെച്ചുള്ള അച്ചാറുകൾ ഉണ്ടാക്കിയാൽ വാങ്ങിക്കഴിക്കാൻ ആരുണ്ടാകുമെന്നുള്ള ചോദ്യം ഇപ്പോഴും ഭ്രാന്താലയത്തിൽ എന്ന പോലെ തൂങ്ങിക്കിടക്കുകയാണല്ലോ നമ്മുടെ കേരളത്തിൽ. ഇതിനെല്ലാം ഇടയിലാണ് കോന്നിയിൽ LDF-ന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ ആൾക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിനിടെ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു പാർട്ടി പ്രവർത്തകൻ ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞത്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ ചോദ്യം ചോദിക്കാൻ ശ്രമിച്ച ആൾ നിന്ന ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ മുഖ്യമന്ത്രി പ്രസംഗവും തുടർന്നു. പ്രധാനമന്ത്രിയായിട്ട് ഇന്നേ വരേക്കും രാജ്യത്തെ മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യത്തിന് പോലും നിന്നുകൊടുക്കാത്ത ഒരു പ്രധാനമന്ത്രി ടെലിപ്രോംപ്റ്ററിൽ നോക്കി മാത്രം വായിച്ച് പ്രസംഗിക്കുന്ന ഒരു രാജ്യത്താണ് ഇത് എന്ന് ഓർക്കണം. മോഹൻലാലിൻ്റെ മാത്രമല്ല നാട്ടിലെ സകലമാന മാധ്യമങ്ങളുടെയും എഡിറ്റർമാരുടെയും നേരിട്ടുള്ള മുഖാമുഖ ചോദ്യങ്ങൾക്ക് തത്സമയം ഉത്തരം നൽകിയ ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് ഓർക്കണം. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയോട് അനവസരത്തിലാണ് ആ ചോദ്യം ചോദിച്ചതെന്നും മുഖ്യമന്ത്രി അടിയുറച്ച കമ്മ്യൂണിസ്റ്റാണെന്നും തൻ്റെ ഭാഗത്താണ് തെറ്റെന്നും ആ അനവസര ചോദ്യകർത്താവ് തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ വേണം. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. നിരന്തരം ചോദ്യങ്ങൾ ഉയർത്തുമ്പോഴാണ് ജനം വാസ്തവത്തിൽ വോട്ട് ചെയ്യുന്നത്. മുഖ്യമന്ത്രിയോട് ഈ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ
അടിസ്ഥാനത്തിൽ ചോദിക്കാനുള്ള ചോദ്യങ്ങളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ ചോദ്യമായി ഇടാൻ ഇവിടെ ആരും തടസ്സം നിൽക്കുന്നില്ല. പ്രധാനമന്ത്രിയോട്, പ്രതിപക്ഷ നേതാവിനോട് ഉൾപ്പെടെ ഈ ചോദ്യങ്ങൾ നമുക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെയും തെരുവിലൂടെയും ചോദിച്ചുകൊണ്ടേയിരിക്കാം. ചോദിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി പിന്നീടെങ്കിലും മറുപടി നൽകിയിരിക്കുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് ഇതേപോലെ ചോദ്യം ചോദിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യം ലഭിക്കുമോ? ചോദിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ വായുവിൽ നിൽക്കുന്നു. ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാലും ചോദ്യം അവിടെ തന്നെ നിൽക്കും എന്ന് വിജയമാഷ് പണ്ട് പറഞ്ഞത് ഇപ്പോൾ ഓർമ്മിച്ചുകൊണ്ട് നന്ദി.